ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ വളരെ സങ്കടകരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ കാലങ്ങളായിട്ട് ഞാൻ ബിസിനസ് തുടങ്ങിയ സമയത്താണെങ്കിലും എൻ്റെ വാട്സപ്പും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു ഫോണ്, എൻ്റെ ഫസ്റ്റ് ഫോണാട്ടോ അത്. ഞാൻ ആദ്യം വാങ്ങിച്ച ഫോണല്ല. ആ ഫോണൊക്കെ ഓൾറെഡി പോയത്. അതൊരു ഓപ്പോയുടെ ഫോണായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവോയുടെ ഫോണാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു ഫോണാണെങ്കിൽ മരിച്ചുപോയി. ഒരു എന്താ പറയുക, ഇങ്ങനൊരു മരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ഗ്യാരൻറ്റി തീർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അത് ഭയങ്കര സ്വിച്ച് ഓഫ് ഒക്കെ ആവുകയാണ് മൊത്തം. ഇപ്പോൾ എൻ്റെ വാട്സപ്പിലെ കോൺടാക്ട്സ് മൊത്തം അതിനകത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം അപ്പം ഇതേ നമ്പർ തന്നെയാണ് അടുത്ത ഫോണിൽ ഞാൻ പുതിയ ഫോണിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയ ഫോണിൽ വീഡിയോ എടുക്കാം, എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യാം. പഴയ ഫോണിൽ വാട്സപ്പും അപ്പോൾ ആ ഒരു ക്രമീകരണത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ആ ഒരു ഫോൺ അങ്ങ് പോയി. അപ്പോൾ അതൊരു ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെ ആണെങ്കിൽ ഇന്ന് എനിക്ക് കുറേ ഓർഡേഴ്സ്, 3 ഓർഡേഴ്സ് എനിക്ക് അയക്കാനുണ്ട്. ഒന്ന് പാലക്കാടിനും, ഒന്ന് ആലപ്പുഴയ്ക്കും, ഒന്ന് തൃശ്ശൂർക്കുമാണ്. അപ്പം അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡൗട്ട് തോന്നി. കാരണം കുറേ ഓർഡേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിപ്പോകും. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ ആരുമില്ല. പിന്നെ നമ്മളിതെല്ലാം പോസ്റ്റ് വഴിയാണ് അയക്കുന്നത്. പോസ്റ്റ് മാത്രം പപ്പയുടെ കയ്യിൽ കൊടുക്കും. ചാർജ് നമ്മൾ അച്ഛൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാട്ടോ അത്രയും വരെ നടക്കാൻ. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ട് കൊടുത്തേനായിരുന്നു. പതുക്കെ ഇനി ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് പഠിക്കുമായിരിക്കും, എന്തായാലും നോക്കാം. അപ്പം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പൊതിഞ്ഞ് വെച്ച ആ സാധനം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പം ഇനി അഥവാ മാറി എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയൊരു പ്രശ്നമാകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ അമ്മയാണെങ്കിൽ ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നു. എനിക്ക് പിന്നെ അങ്ങനെ വീട്ടുകാര്യങ്ങളൊന്നും അങ്ങനെ ഉത്തരവാദിത്വമൊന്നും ആയില്ല കേട്ടോ. കാരണം ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഫുൾ ടൈം ഞാൻ എപ്പോഴും ഇതിനകത്ത് തന്നെയായിരിക്കും, ഇതിലെ പരിപാടിയായിരിക്കും മൊത്തം. അടുക്കളയിലെ കാര്യങ്ങൾ മൊത്തം അമ്മയാണ് നോക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ മൊത്തം ഇതിനകത്തിരുന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് ഇതാട്ടോ. അപ്പം ചിലപ്പം ഞാൻ അടുക്കളയിൽ കയറും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അടുക്കളയിൽ കയറും. എനിക്കങ്ങനെ അടുക്കളയിൽ നിന്നെന്ന് പറഞ്ഞാലും ആരും അങ്ങനെ അഭിപ്രായം പറയും, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും പറയുന്നതൊന്നും അങ്ങനെ ഇഷ്ടമൊന്നും. അഭിപ്രായം പറയാം, പക്ഷെ അതിങ്ങനെ എനിക്കങ്ങനെ അങ്ങനെയുള്ള ടോക്കൊന്നും എനിക്കങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷൻ അങ്ങ് തെറ്റിപ്പോവും. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ഈ സംഭവം ഒന്നുകൂടെ പാക്ക് ചെയ്യുകയാണ്. പിന്നെ അപ്പം എൻ്റെ പഴയ ഫോണിലായിരുന്നു. ഞാനാണെങ്കിൽ ആ ഒരു കവർ ചെയ്ത ആ പൊതി കൊണ്ട് കളയുകയും ചെയ്തു. പഴയ ഫോണിലാണ് അഡ്രസ്സ് എല്ലാം. പഴയ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. പിന്നെ ഞാനത് കൊണ്ടുപോയി ചാർജ് ഇട്ട് അവസാനം പിന്നെ അത് വേറൊരു പേപ്പറിനകത്ത് എഴുതി. അങ്ങനെയാണ് ഞാൻ പിന്നെ അഡ്രസ്സ് എഴുതിയത്. അപ്പം ഇത് ആലപ്പുഴയ്ക്ക് അയക്കാനുണ്ട്. 2 ലെയർ മാലയാണ് നമ്മൾ അയക്കുന്നത്. അപ്പോൾ ഇതൊരു എല്ലാവർക്കും ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് തോന്നുന്നു. അപ്പം ഞാനാണെങ്കിൽ വേറെ കളേഴ്സിൽ മാലകളൊക്കെ പോസ്റ്റ് ഇട്ടപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഇതിൻ്റെ ബ്ലാക്ക് കളർ അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ബ്ലാക്ക് എല്ലാവരുടെയും ഒരു വീക്ക്നെസ് ആണെന്നുള്ളത്. പലർക്കും പല ഇഷ്ടങ്ങളാണ്. നമ്മൾ അതനുസരിച്ചാണ് സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇവിടെ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു ആ ഒരു ഫോൺ പോയത്. കാരണം എൻ്റെ പഴയ ഇൻസ്റ്റഗ്രാമിൻ്റെ ID അതെല്ലാം ആ ഫോണിനകത്തായിരുന്നു. അപ്പം അപ്പോൾ അതെനിക്കാണെങ്കിൽ പുതിയ ഫോണിൽ എനിക്കത് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ആ സംഭവം ഡിലീറ്റ് ചെയ്തതും ഇല്ല. അപ്പോൾ എനിക്കത് വലിയൊരു പണിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങനെ ഒട്ടും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവം നല്ല പണിയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വേറൊരു മാല, നമ്മൾ നടരാജൻ്റെ ആ ഒരു മാല അയച്ചതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നായിരുന്നു. നല്ല മാലയാണ്. അപ്പം എൻ്റെ ആണെങ്കിൽ ഒരു ചേച്ചിയാണെങ്കിൽ ആ മാല ഇട്ടുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഓരോരുത്തരിങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നും, ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അപ്പം ഇതൊക്കെയാണ് ഞാൻ രാവിലെ മിക്കവാറും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത്.
അപ്പം അതാണ് ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഒരാൾ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണിത്. എന്തായാലും പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ സംഭവങ്ങളെല്ലാം പുതിയ ഫോണിൽ അപ്ഡേറ്റഡ് ആണ്. പഴയ ഫോണിൽ എൻ്റെ പഴയ ഇൻസ്റ്റ ഐ ഡി കാര്യങ്ങളെല്ലാം പോയി. പിന്നെ പുതിയ 2 ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. ഞാൻ ഒന്ന് ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്തതും അല്ലാതെ വേറൊരെണ്ണം വീഡിയോ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. പഴയതാണെങ്കിൽ എൻ്റെ അങ്ങ് അത് ആ ഫോണാണെങ്കിൽ ദാണ്ട് ഇപ്പോഴും ഇങ്ങനെ മിന്നിയും കത്തി ഇങ്ങനെ മിന്നാമിനുങ്ങ് പോലെ ഇരിക്കുകയാണ്. പിന്നെന്താണ്, എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനായിട്ട് ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഫോൺ പോയതിൽ. എന്താണെന്നറിയത്തില്ല, ഭയങ്കര വിഷമമാണ് ആ ഒരു ഫോൺ പോയതിൽ. കാരണം ഒരുപാട് പേര്, എനിക്ക് ഇൻസ്റ്റഗ്രാം പോയത് ഭയങ്കര ഇതാണ്. കാരണം അതിനകത്ത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോ മെസ്സേജും കാര്യങ്ങളും ഇപ്പോഴും അത് പിന്നെയും കത്തിക്കൊണ്ടിരിക്കുക. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞാട്ട് കറക്റ്റ് ടൈമിങ്ങിന് എനിക്ക് ഇന്നലെ തൊട്ട് മിനിഞ്ഞാന്ന് തൊട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ ഫോണിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് ഇടുമ്പോൾ കുഴപ്പമില്ല, അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മിന്നിയും കത്തി ഇങ്ങനെ പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. നമുക്ക് വീട്ടിലാണെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് അടുത്ത പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ അമ്മയോട് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം നമ്മുടെ പഴയ ഫോൺ നമ്മുടെ കുഴപ്പമല്ല, നമ്മളൊന്നും ചെയ്തില്ല, താഴെ ഇട്ടോ. ഞാനിങ്ങനെ അങ്ങനെ ഈ ഫോണാണ്, നമുക്ക് ഫോൺ കിട്ടുവാണെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ താഴെ ഇടത്തില്ല കേട്ടോ. കാരണം നമുക്ക് ആകെ കിട്ടുന്നൊരു സംഭവമല്ലേ ഇത്. അപ്പം അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. എന്താണെന്നറിയത്തില്ല. എന്തായാലും അതിൻ്റെ ഗ്യാരണ്ടി തീർന്നത് കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ആ ഒരു ടൈമിങ് കഴിഞ്ഞതുകൊണ്ടായിരിക്കും. ഇപ്പോഴാണെങ്കിലും ഇപ്പം എൻ്റെ കയ്യിൽ സംഭവം ഫോൺ ഇരിപ്പുണ്ട്, ഇപ്പോഴും മിന്നിയും കത്തി ഇരിക്കുകയാണ്. അപ്പം അതിനകത്താണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. പിന്നെ ഇതിനകത്ത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം മെയിനായിട്ടും പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇതിനകത്താണ്. അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആലപ്പുഴയ്ക്കും പാലക്കാടിനും അതുപോലെ തന്നെ പിന്നെ എവിടെയായിരുന്നു, തൃശ്ശൂരിനുമുള്ള ഓർഡേഴ്സ് എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയാണെങ്കിൽ ചപ്പാത്തിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അത് അപ്പം എൻ്റെ വർക്കിംഗ് ടേബിൾ എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര രസമാണ്. വീട് മൊത്തം ഈ ജ്വല്ലറി മേക്കിംഗ് മെറ്റീരിയൽസും കൂടെ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ ഇവിടെയും കട്ടിലേലും എല്ലാം ഇതുപോലെ മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം പിന്നെന്താ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കൂട്ടുകാരെയും. ഇതൊക്കെ തന്നെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ആ ഒരു ഫോൺ പോയതിൽ ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പം ഈ സാധനങ്ങളെല്ലാം അയക്കുന്നത് പപ്പയാണ് പോസ്റ്റലും കാര്യങ്ങളും എല്ലാം അയക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.